പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന കേരളത്തിലെ 62 ലക്ഷത്തിന് മുകളിലുള്ള ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പാണ്. മെയ് മാസം കഴിഞ്ഞ് ജൂൺ മുതൽ തന്നെ 3000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് സാധാരണ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ജീവിതത്തിലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന സാധാരണ ജനങ്ങളാണ്. ഇവർക്ക് ഈ ഒരു തുക 2000 രൂപ ഇപ്പോൾ ലഭിക്കുന്നത് വലിയ ഒരു സാമ്പത്തിക സഹായം തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പറഞ്ഞാൽ പോലും ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവർ ഓരോ ദിവസവും ഉന്തി നീക്കുവാൻ കൽപ്പണിയെടുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവർക്ക് ഈ ഒരു ചെറിയ തുക 2000 രൂപ എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കാനെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അത് വാർദ്ധക്യത്തിൽ അവർ മറ്റാരുടെയും മുമ്പിൽ കൈനീട്ടാതെ അവർക്ക് വേണ്ട തുക എടുത്ത് ചിലവാക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുൻപ് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് തുക വർദ്ധിപ്പിച്ചുകൊണ്ടാണ് 2000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻപ് നമുക്കറിയാം 1600 രൂപയിൽ 5 വർഷ കാലയളവോളം കഴിഞ്ഞിട്ട് അതിനുശേഷം ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയൊക്കെയായിരുന്നു. അതിനുശേഷം പ്രകടന പത്രിക, ഇലക്ഷൻ വന്നു, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. ആ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇടതുപക്ഷവും ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതും വലതുമായിട്ടുള്ള 2 ആളുകളും പറഞ്ഞിരിക്കുന്നത് തുക 3000 രൂപ ആക്കും. നമുക്കറിയാം, ഇപ്പോൾ തന്നെ പല സാഹചര്യം കൊണ്ടും നമുക്ക് ഇലക്ഷൻ്റെ ഒരു ഭാവി പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ട് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ്. 3ാം ടൈം ഉണ്ടാകുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഭരണം പിരിക്കുമെന്ന് UDF പറയുന്നു. അപ്പോൾ ക്ഷേമ പെൻഷൻ ആര് ഭരിച്ചാലും ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് കിട്ടുന്നതനുസരിച്ച് ആരാണോ ഭരിക്കുന്നത്, ജൂൺ മാസം കൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ ആകുമെന്നുള്ളതാണ്. ഇതിൽ UDFൻ്റെ ചില ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ വരുന്നത്, ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന എന്താണോ, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന എന്താണോ, ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതെല്ലാം നടപ്പാക്കുമെന്നുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഉറപ്പായിട്ട് 3000 രൂപ ആക്കണം, അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിനൊക്കെയുള്ള പണം എവിടെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ കടം വാങ്ങിച്ചുകൊണ്ടാണ് വിതരണം ചെയ്യുന്നത് എന്നുള്ളത് പച്ചയായ ഒരു വാസ്തവമാണ്. ഇതിനുവേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പ് തുകയൊന്നുമില്ല. കടം വാങ്ങിച്ചുകൊണ്ട് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, കേരളത്തിലെ ഓരോ ജനങ്ങളും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, ഓരോ പൗരന്മാരും, ഈ രാജ്യത്തുള്ള നമ്മുടെ ഈ കേരളത്തിൽ താമസിക്കുന്ന ഓരോ മലയാളിയും 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടക്കാരാണ്. ഇതെങ്ങനെ കൊടുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് വസ്തുത. എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ 3000 രൂപ ഉറപ്പിക്കാം. ജൂൺ മാസം മുതൽ തന്നെ 3000 രൂപയായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. കാരണം പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കുകയാണെങ്കിൽ 3000 രൂപ ക്ഷേമ പെൻഷൻ ഉറപ്പ്.